കൊല്ലം നഗരത്തിലെ ഏറ്റവും ഫ്രഷ് മീൻ കിട്ടുന്ന ഹാർബറിലെ പിടയ്ക്കുന്ന മീനിന്റെ വാശിയേറിയ ലേലം കണ്ടാലോ? ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു ട്രാവൽ ടൈൽസ്. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ യാത്ര പിടയ്ക്കുന്ന മീനിന്റെ താളവും പറവുകളുടെ ഇരപിടിക്കലും കാണാനാണ്. വാശിയേറിയ ലേലം നടക്കുന്ന കൊല്ലം ഹാർബറിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കൊല്ലം ബീച്ചിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ മാത്രമേ ഹാർബറിലേക്ക് ദൂരം വരുന്നുള്ളൂ. കേരളത്തിലെ ഏറ്റവും നല്ല ഫ്രഷ് മത്സ്യം കിട്ടുന്ന ഒരു പ്ലേസ് കൂടിയാണ് നമ്മുടെ കൊല്ലത്തിന്റെ ഹാർബർ വരുന്നത്. ഈ ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് കണ്ടിരിക്കേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. നിങ്ങൾ ഒരുപാട് മീൻ വിൽപ്പനക്കാരെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു വേറെ തന്നെയാണ്. നിരനിരയായി അടുക്കിയിട്ടിരിക്കുന്ന ബോട്ടുകളും മുതലാളി ജങ്ക ജഗ എന്ന് പറഞ്ഞ് തീരത്തേക്ക് അടുക്കുന്ന ബോട്ടുകളുമാണ് നമ്മൾ ഈ കാണുന്നത്. ഏറ്റവും നല്ലത് ഏറ്റവും ആദ്യം കയ്യിലൊതുക്കാൻ പോവുകയാണ് നമ്മൾ. പലരും പലതും പറയുമെങ്കിലും കൊല്ലം പൊളിയാണ് കേട്ടോ. അതിമനോഹരമായിട്ടുള്ള കടലിന്റെ തീരത്തൂടെയാണ് ഇവിടെ നമ്മൾ പോകുന്നത്. ഇവിടെ തിരയടിക്കുന്നില്ല, കാരണം ഇവിടെ ഒരുപാട് പുഴയുണ്ട്. അപ്പുറത്ത് ഒരുപാട് അവിടേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാണാനായിട്ട് കഴിയും. ഹാർബറാണ്. നമ്മൾ പോകുന്ന വഴിയിൽ ഒരുപാട് മീൻ ലേലം വിളിക്കുന്നതും ബോട്ടുകൾ ഒരുപാട് കരയ്ക്ക് അടുക്കുന്നതും പറവുകൾ പറക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. അത്രത്തോളം മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് കൊല്ലം ഹാർബർ. നമുക്ക് കണ്ടിരിക്കാൻ വേണ്ടി അപ്പുറത്ത് കൊല്ലം ബീച്ച് വരുന്നുണ്ട്, ഇവിടെ ഹാർബർ വരുന്നുണ്ട്. ആ കൊല്ലം ബീച്ചിന്റെ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതാണ്. എൻ്റെ വീഡിയോസ് എല്ലാം ഉടൻ തന്നെ വരുന്നതാണ്. കണ്ടില്ലേ, നിങ്ങൾ ആ നോക്കത്താ ദൂരത്തോളം കാണുന്ന ഒരു കടൽ കണ്ടില്ലേ? ആഴം കുറഞ്ഞ പൊഴിയിലാണ് ഇവിടെ നമ്മളീ നിൽക്കുന്നത്. ആഴം കുറഞ്ഞ പൊഴിയിൽ ആഴിയോളം വരുന്ന കൊട്ടയിൽ ആയിരക്കണക്കിന് കിലോ മീൻ, അതാണ് നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത്. നമുക്കിത് തീർച്ചയായിട്ടും കാണാനായിട്ട് കഴിയും. ലേലം വിളിക്കുന്നതും എല്ലാം കണ്ടിട്ട് പല സൈഡിൽ പൂന്തോട്ടങ്ങളുടെ ഒരു വശ്യതയും ലെഫ്റ്റ് സൈഡിൽ അത്രത്തോളം നീല കടലും ഒക്കെ കണ്ട് അങ്ങ് മുൻപോട്ട് തന്നെ അങ്ങ് പോവുകയായി. നമ്മൾ ഏകദേശം ഹാർബർ എത്താറായി. അതാണ് ഇത്രത്തോളം ബോട്ടുകൾ അടുക്കിയിട്ടിരിക്കുന്നത്. കാരണം ഒരുപാട് ബോട്ടിൽ ഇപ്പം നമ്മൾ പോകുന്നത് വൈകിട്ടാണ്. രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ഫുള്ള് പുറത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് മീൻ പിടിക്കാൻ വേണ്ടി പോകുന്ന ഒരു ഇതാണ്. വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം എല്ലാ കരയ്ക്ക് അടുക്കും. എന്നാൽ പോലും ബോട്ടുകൾ മീനുമായിട്ട് വരുന്നത് നമുക്ക് കാണാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മളിന്നിവിടെ കൊല്ലം വരെ വന്നപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഹാർബറൊക്കെ ഒന്ന് കണ്ട് ലേലം വിളിക്കുന്നതൊക്കെ ഒന്ന് കണ്ട് മുൻപോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ വന്നത്. ആ ഫ്രണ്ടിൽ കാണുന്ന കണ്ടില്ല പറവുകളൊക്കെ പറക്കുന്നത്, അവിടെയാണ് ഇവിടെ ഹാർബർ വരുന്നത്. ഏറ്റവും കൂടുതൽ മീനുകളൊക്കെ കൊത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയാണ് ഈ പരുന്നും കാക്കകളെല്ലാം അവിടെ നിന്ന് പറക്കുന്നത്. ഇതാണ് ഹാർബർ. നമ്മളിവിടെ ഹാർബറിലെത്തി അവിടുന്ന് മുൻപോട്ട് നടന്നു പോവുകയാണ്. ആ ഒരു ഷെഡിനുള്ളിലാണ് നമുക്ക് ഈ ലേലം വിളിക്കുന്നതെല്ലാം കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ ആ ഫ്രണ്ടിലിട്ടുന്ന വണ്ടിയിലൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ഒരുപാട് മീനുകൾ ഇവിടുന്ന് ഇൻട്രസ്റ്റേറ്റും അല്ലെങ്കിൽ പല ജില്ലകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുന്നതിനാണ് ഈ വണ്ടികളൊക്കെ അടുക്കിയിട്ടിരിക്കുന്നത്. ഇതെല്ലാം ഇപ്പോൾ ലേറ്റായിട്ട് വന്നതാണ് ഒരു ബോട്ടുകളൊക്കെ മീനുമായിട്ട് വന്നത്. പിന്നെ അവിടുന്ന് ഒരുപാട് ബോട്ടുകൾ ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ മീനുകളുമായിട്ട് തന്നെയാണ് വരുന്നത്. വരുന്ന വഴിയിൽ നമുക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയ ഒരു ഇത് തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ലാഭത്തിൽ നിങ്ങൾക്ക് മീൻ കിട്ടുന്നതായിരിക്കും. കാരണം ഭയങ്കര റേറ്റാണ് മീനിന്. ഈ കാണുന്നവരെല്ലാം മീൻ വിൽപ്പനയ്ക്കും മീൻ ഇവിടുന്ന് ലേലം വിളിച്ചെടുക്കാനും വേണ്ടിയിട്ട് വന്നവരാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ വൈകിട്ടായതുകൊണ്ട് തന്നെ വൈകിട്ടായിട്ട് പോലും ഇത്രയും ഒരു തിരക്ക് വരുന്നുണ്ട് ഇവിടെ. കാരണം ഇവിടുന്ന് നമുക്ക് ഈ ഒരു കിട്ടുന്ന മീനും കാര്യങ്ങളെല്ലാം ഫ്രഷ് ആയിരിക്കും. വേറെ കാര്യങ്ങളോ വേറെ മാലിന്യമോ ഒന്നും ചേർക്കാത്ത മലിനമാകാത്ത മീൻ തന്നെയാണ് കേട്ടോ ഇവിടുന്ന് വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഒന്ന് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് നല്ല ലാഭത്തിൽ ഇവിടുന്ന് കിട്ടും. കണ്ടില്ലേ, നിങ്ങൾ ആ ഒരു മീനൊക്കെ കൂട്ടിയിട്ട് കണവയൊക്കെയാണല്ലോ കേട്ടോ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നത്. കാരണം അത്രത്തോളം റേറ്റ് വരുന്നതാണ്. ഈ കണവയൊക്കെ കഴിക്കാനായിട്ട് എന്ത് രുചിയാണെന്നറിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അല്ലെങ്കിൽ കൊല്ലം നീണ്ടകര അവിടെയൊക്കെ പോയിട്ട് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ഫ്രഷ് മത്സ്യം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമ്മളിവിടുന്ന് തിരിച്ച് നേരെ ഇറങ്ങുകയായി കണ്ടില്ല, ഫ്രണ്ടിലേക്ക് നിരത്തിയിട്ടിരുന്ന വണ്ടികളെല്ലാം ഇതുപോലെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനകത്ത് ഫുള്ള് ഐസും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിവിടെ വാങ്ങിക്കൊണ്ടുണ്ട് ഏകദേശം ഒരു 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഐസൊക്കെ അവരിങ്ങനെ കോരിയിട്ട് തരും. ഏകദേശം ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ. ഈ ഒരു ഇവിടെ കൊടുക്കുന്ന ഒരു കൊട്ട മീനൊക്കെ ലേലം വിളിച്ചെടുക്കുന്നത് 350 രൂപ 450 രൂപ റേഞ്ചിലൊക്കെ ആയിരിക്കും അത് വിളിച്ചെടുക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലൂടെയൊക്കെ അത് വന്നു കഴിയുമ്പോൾ വീണ്ടും അത് റേറ്റ് കൂടി. ചിലപ്പോൾ അത് 1 കിലോയ്ക്ക് തന്നെ ചിലപ്പോൾ ഒരു 200 രൂപ റേഞ്ചൊക്കെ ആവും. അതൊന്ന് അത്രത്തോളം നമുക്ക് അഫോർഡബിൾ പ്രൈസിന് നമുക്ക് നല്ലൊരു ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ കൂടിയാണ് കേട്ടോ മീൻ കച്ചവടം. അത്രത്തോളം നമുക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് കഴിയും. പിന്നെ അതിന് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അറിയണം. നല്ല മത്സ്യങ്ങൾ നല്ല ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ നോക്കുക മാക്സിമം. നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ കാണുന്നത് കൊല്ലം ബീച്ചാണ് വരുന്നത്. കൊല്ലം ബീച്ചിൻ്റെ വീഡിയോസ് ഞാൻ കാണിക്കാം. അപ്പോൾ കൊല്ലം ബീച്ചാണ് വരുന്നത്. കൊല്ലം ബീച്ച്
പോകുന്ന വഴിയാണ് കേട്ടോ. നോക്കത്ത ദൂരത്തോളം നീണ്ടു തുറന്ന് നടക്കുന്ന ഒരു ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു ബീച്ച് കൂടിയാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ബീച്ച് കൂടിയാണ്. നമ്മളത് തിരിച്ച് ഇറങ്ങുകയായി. കൂടാതെ നിങ്ങൾ കൊല്ലത്തിന് ടൂറിസ്റ്റ് പ്ലേസുകൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഹാർബർ കൂടി കണ്ടിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഒരുപാട് പ്ലേസുകളിലൂടെ വരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ഇവിടുത്തെ വാശിയേറി ലേലംവിളിയൊക്കെ കാണാനായിട്ട് അടിപൊളിയാണ്. നല്ല രസമാണ് നിങ്ങൾക്ക് കണ്ട് നിൽക്കാനായിട്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് മീൻ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോകാം. അപ്പം കൂട്ടുകാർ, നിങ്ങളിപ്പോൾ ട്രാവൽ ടൈൽസ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട്, നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. നിങ്ങളുടെ സപ്പോർട്ടിലൂടെയാണ് നമ്മൾ പുതിയ പുതിയ വീഡിയോസും പുതിയ ട്രാവൽ പ്ലാനുകളും ഒക്കെ പ്ലാൻ ചെയ്യുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.